വന്യമൃഗങ്ങളെ സൗരവേലി കെട്ടി മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരാതെ സംരക്ഷിക്കാൻ ശ്രമിക്കാത്ത ഇരുകാലികളായിട്ടുള്ള വന്യമൃഗങ്ങൾക്ക് തുല്യരായ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇനി ഞങ്ങൾ മനുഷ്യർ ഞങ്ങളുടെ ഉടുതുണി ഊരിയെടുത്തു വെച്ച് അവർക്ക് വേലി കെട്ടി മനുഷ്യരിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതിന്റെ പ്രതീകമാണ് ഈ സാരിവേലി സമരമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വോട്ട് മേടിച്ച് ഞങ്ങൾ മലയോര ക്രൈസ്തവരുടെ കൂടി ടാക്സ് കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്ന ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഞങ്ങളെ ഭരിക്കുന്നു എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണം. ഈ നാട്ടിലെ മലയോര ജനത ഇവിടെ പൊന്നു വിളയിച്ചത് പണ്ട് നിങ്ങളൊക്കെ പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു പരത്തുന്നത് പോലെ സാധാരണ കാട് വെട്ടിത്തെളിച്ചല്ല, മറിച്ച് അതിസമ്പന്നരായിരുന്ന വലിയൊരു സമൂഹം ഈ മലബാറിന്റെ മണ്ണിലേക്ക് കുടിയേറുമ്പോൾ ഞങ്ങളുടെ പൂർവികരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പണം ഇവിടെയുള്ള ജന്മിമാർക്ക് നൽകി പട്ടയമുള്ള ഭൂമി ഞങ്ങൾ ഓരോരുത്തരും ഗവൺമെന്റിന്റെ നിയമപ്രകാരം മേടിച്ച് മുളങ്കാടായി കൃഷി ചെയ്യാതിരുന്ന സ്ഥലത്ത് അന്തസ്സോടെ അധ്വാനിച്ച് കൃഷി ഇറക്കിയിട്ടാണ് ഇന്ന് നിങ്ങളൊക്കെ കാണുന്ന ഈ സൗകര്യവും കാര്യങ്ങളുമൊക്കെ ഈ മലയോര പ്രദേശത്തുണ്ടായത്. അതുകൊണ്ട് നല്ല അപ്പനും വല്യപ്പൂപ്പനും പിറന്ന മക്കളായതുകൊണ്ട് അതിന്റെ നഷ്ടവും അതിന്റെ ആരോഗ്യവും ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് തന്തയ്ക്ക് പിറന്ന മക്കളാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ട് ആ തന്തയ്ക്ക് പിറന്ന മക്കളുടെ ധീരത നിങ്ങൾക്ക് ഓരോരുത്തരെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ സാരിവേലി സമരം ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്നത്. അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിവരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ബുദ്ധിയുണ്ടെന്ന് സ്വയം വിചാരിക്കുകയും എന്നാൽ മന്ദബുദ്ധികൾക്ക് സമാനമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഗതികെട്ട രാഷ്ട്രീയക്കാർ ഞങ്ങളെ ഭരിക്കുകയും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുകയും ചെയ്യുകയും കാലാകാലങ്ങളായി കാർബൺ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഈ കർഷകർക്ക് കിട്ടുന്ന വിഹിതം ഇങ്ങനെ കിമ്പളം പറ്റി മേടിച്ച് മൃഷ്ടാന ഭോജനം നടത്തുകയും ചെയ്യുന്ന ഈ ഗതികെട്ട കഴിവുകെട്ട രാഷ്ട്രീയക്കാർക്ക് ഈ മലയോര ക്രൈസ്തവരുടെയും മലയോര ജനതയുടെയും വികാരങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയാത്തത് കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് എന്ന സുറിയാനി ക്രിസ്ത്യാനികളുടെ ഈ സമുദായ സംഘടനയ്ക്ക് നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പണി ചെയ്യേണ്ട ഗതികേട് വരുത്തിവെച്ചത് നിങ്ങളാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇനി നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സമരം ഞങ്ങളിവിടെ നടത്തുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട. നട്ടലില്ലാത്ത, മെറിയില്ലാത്ത രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിടേണ്ടി വന്ന ഗതികേടുകാരാണ് ഈ കേരളത്തിലെ പൊതുസമൂഹമെന്ന യാഥാർത്ഥ്യം വേദനയോടുകൂടെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണിത്.